നമസ്കാരം, ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പുളിയറക്കോൺ റോഡിലാണ്. മെയിൻ റോഡ് സൈഡിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്ലോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 സെന്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു നല്ല വൈഡ് റോഡ്, അപ്പം മെയിൻ റോഡ് സൈഡിലായിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്ന്, നല്ല ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രോപ്പർട്ടി ഏകദേശം നല്ലൊരു കരഭൂമി, നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക്, ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും 100% പർച്ചേസ് ചെയ്യുന്ന വാല്യൂ പ്രോപ്പർട്ടി. 2250 സ്ക്വയർ ഫീറ്റിന് എബോ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഈ വീടിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ചുടുകല്ലാണ് തിരുത്തിക്കുന്നത്. നമുക്ക് 2-3 കാർ പാർക്ക് ചെയ്യാം. നമുക്ക് കാർ പോർച്ചിലേക്ക് ഏത് SUV ടൈപ്പും പാർക്ക് ചെയ്യാം. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു 3 കാർ വരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ്. നമുക്ക് ഇതിനകത്ത് ഈ വീടിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ ടൈലാക്കി മാർബിളാണ് കംപ്ലീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ടൈലാക്കണം അല്ലെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ മാറ്റിയാൽ മതി. കംപ്ലൈൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡാമേജസ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റ്സും ഇല്ലാത്ത നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വീടാണ്. ഇതിൽ ഉപയോഗിക്കുന്ന തടി കംപ്ലീറ്റും തേക്കും തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ബെഡ്റൂമിന്റെ സൈസിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കാണുന്ന അലമാരകളെല്ലാം തന്നെ തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം. നമുക്കറിയാം പഴയകാല ബിൽഡിംഗ് ഒക്കെ നമുക്ക് കിട്ടാം. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ഈ ഒരു റൂമിൽ ചെറിയ ഒരു സ്പേസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും ആ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് കംപ്ലീറ്റും ഇതിന്റെ അലമാരകളെല്ലാം പണിഞ്ഞ് സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ നല്ല തേക്കും തടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഈട് നിൽക്കും. അല്ലെങ്കിൽ ഇനി കാലങ്ങളോളം നിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് റെന്റൊക്കെ കൊടുത്ത നല്ല റെന്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട് താമസിക്കാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ബസ് ഇറങ്ങി ജസ്റ്റ് ഇതിനകത്ത് കയറാനോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അടുത്തൊക്കെ പോയി ഈ പ്രായമായ ആളുകളൊക്കെ ഒത്തിരി നമ്മളെ വീഡിയോയും പ്രോപ്പർട്ടി ആയിട്ട് വിളിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ചാൽ നമുക്കിത് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി, അതായത് റോഡും അല്ലെങ്കിൽ ഷോപ്പൊക്കെ അടുത്തുള്ള പ്രോപ്പർട്ടികൾ വേണമെന്ന് അത്തരക്കാർക്കൊക്കെ എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഈ 2ാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ളത്. ആ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഇതിന്റെ ടൈലൊക്കെ കുറച്ച് പഴയ മോഡലാണെന്നേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. റെന്റ് ഔട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ എൽ മോഡൽ ഹോൾ ആണെന്നുള്ളത്. അവിടെ ഒരു ലിവിംഗ് സ്പേസ്, ഇതൊരു ഡൈനിങ് സ്പേസ്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ ടൈപ്പ് വാഷ് ബേസിനാണ്. അന്നത്തെ മോഡലിൽ ഒരു ട്രെൻഡി വീട് ആ ലെവലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഈ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ താഴെ സ്ലാബിന്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ചും കൂടി സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആവും. നമുക്ക് ആ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ വർക്ക് ഏരിയ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം ഒരു മൂട് തെങ്ങുണ്ട്, തുണി നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ, മെയിൻ റോഡ് സൈഡ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും സ്റ്റെയർകേഴ്സ് കംപ്ലീറ്റ് നമുക്ക് മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലിൽ കംപ്ലീറ്റ് തേക്കിന്റെ തടിയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല അതിവിശാലമായിട്ടൊരു ഹോൾ ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ, നല്ല വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഹോൾ ഏരിയ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ, ഹോള്, കിച്ചൺ, ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 പാർട്ടിക്ക് റെന്റ് ഔട്ട് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻസ് കൂടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ നിലയുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. എന്നാലും ഒരു ഹെവി ആയിട്ടുള്ള ബെഡ്റൂം അല്ല, ഒരു മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ബെഡ്റൂം സൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസൊക്കെ ഒരു മീഡിയം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഈ ബാൽക്കണി നിൽക്കുമ്പോൾ തന്നെ നല്ല ഫ്രണ്ട് റോഡ്, മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഇന്റീരിയർ വർക്കും താൻ ചെയ്തിട്ടുള്ള ഒരു ഫാന്, ലൈറ്റ് അതാണ് കൊടുത്തിട്ടുള്ള ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പുതിയ ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അതിമനോഹരമായ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ റെന്റ് ഔട്ട് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. നല്ല അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാനൊക്കെ റൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു
സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹോളിൽ നിന്നും ഇതിലേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്. നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയയെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ വരുന്നതിനെ കുറിച്ചൊന്നും യാതൊരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് താമസിക്കാനും മേടിക്കാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി. അപ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മളൊരു ബാൽക്കണി ഏരിയ എന്ന് പറയാൻ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മെയിൻ റോഡ് സൈഡാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് നമ്മൾ ഏകദേശം പുളിയറക്കോണം പോകുന്ന വഴിയിൽ ഏകദേശം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. മെയിൻ റോഡ് സൈഡിലായിട്ട് 6 സെന്റിലായിട്ട് 2250 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും ചുടുകല്ലിലും തേക്കുതല്ലിൽ നിർമ്മിച്ച വീടാണ്. ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷിയേറ്റ് ഉള്ളത്. ഇതിന്റെ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ ബൈ.